ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോയത് ഒരു പെറ്റ് സ്റ്റേഷനാണ്. കുട്ടികളെയൊക്കെ ആയിട്ട് ടൂർ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഇത്. കണ്ണൂർ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിണാവ് വഴി മാട്ടൂലിലേക്ക് എത്താം. ഇവിടെ നമുക്ക് രാവിലെ ഒരു 11 മണി തൊട്ട് രാത്രി ഒരു 7:30 വരെയാണ് നമുക്കിവിടെ എൻട്രി ഉള്ളത്. എൻട്രി പാസ് ഒരു 150 രൂപയാണ്, 150. അപ്പോൾ നമുക്ക് അവരവിടുന്ന് മീനിനൊക്കെ കൊടുക്കാനുള്ള തീറ്റ അതിൻ്റെ കൂടെ തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു പാസും കൂടെ അതിൻ്റെ കൂടെ തരും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന വ്യൂ ആണിത്. ഇവിടെ ചെറിയൊരു ഇങ്ങനെ പോണ്ട് പോലെയൊക്കെ ഇങ്ങനെ, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ സിമെൻറ്റിൽ ചെയ്തേക്കണമെങ്കിൽ നമുക്കൊരു കേവിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെല്ലാം ചെയ്തേക്കണത്. കാരണം മൃഗങ്ങളൊക്കെ അതിൻ്റേതായ ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും തണുപ്പും ഇങ്ങനെ ഒരു ഇരുട്ടും അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു ഫീലാണ് അവിടെ വരുമ്പോഴേ. പിന്നെ ഒരുപാട് തരം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് പലതിൻ്റെ പേരൊന്നും അറിയാൻ കഴിയത്തില്ല. ഇപ്പം നമ്മളത് കയറി വരുമ്പോൾ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇവരിവിടെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ഇതിൻ്റെ ഇവിടെയുള്ള വേസ്റ്റും ഒക്കെ ക്ലീൻ ആക്കാനൊക്കെ സ്റ്റാഫുണ്ട്. ഇപ്പം ഇതിന് കൊടുക്കുന്നത് എന്തോ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ അതിനകത്ത് നമുക്ക് ക്യാബേജും അങ്ങനെ എന്തൊക്കെയോ കൊത്തിയരിഞ്ഞാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം എപ്പോഴും ഇങ്ങനെ ശുദ്ധീകരിച്ച് അങ്ങനെ പോകാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ഈ ഫിഷ് കണ്ടോ, ഭയങ്കര വലിപ്പമാണ് കേട്ടോ. നമ്മൾ ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേലും ഇപ്പോൾ എൻ്റെ മോനൊരു 5 വയസ്സുണ്ട്, അവനേലും ഒരു നീളത്തിലാണ് ഇത് തോന്നുന്നത്. ഇത് നല്ല ഒരു 6 അടിയോളം ഹൈറ്റിലാണ് ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഇതുള്ളത് കേട്ടോ. നമ്മൾ ഇന്ത്യൻ അല്ലാത്ത ഒരുപാട് ഫോറിൻ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മളൊരു 4 മണിയൊക്കെ ആയ സമയത്താണ് അവിടെ എത്തിയത്. ആ സമയത്ത് സ്കൂളുകളിൽ നിന്നൊക്കെ ടൂർ വരില്ലേ, അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. പാർക്കിംഗ് ഏരിയ അങ്ങനെ എല്ലായിടത്തും തിരക്കായിരുന്നു. കാരണം സ്കൂൾ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ട്. കാരണം നമുക്ക് കാണാം കൊച്ചു പിള്ളേരല്ലേ, നഴ്സറി പിള്ളേർ, അങ്ങനത്തെ കുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കാരണം അവർക്കൊക്കെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാവില്ലേ. ഇതൊക്കെ ഇങ്ങനെ ഈ മരം പോലെയൊക്കെ ഉണ്ടാക്കിക്കണത് എല്ലാം സിമെൻറ്റിൽ ചെയ്തേക്കുന്നതാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു മരം നിൽക്കുന്ന പോലെ തോന്നും. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ലവ് ബേർഡ്സൊക്കെ തന്നെയാണ്. മോനൊക്കെ ഇത് കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ നിൽക്കുകയെന്ന്. കാരണം ഇവർ പുസ്തകത്തിലും ഇങ്ങനെ GK ഒക്കെ പഠിക്കുന്ന കുറേ ആനിമൽസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. നമ്മളെപ്പോഴും കാണുന്ന തത്ത എന്ന് പറയുന്നത് നമ്മൾ പച്ചയല്ലേ, അപ്പോൾ ഞാനതാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ അത് കാണാൻ പറ്റും ഒരു ഗ്രേ കളറിൽ, എൻ്റെ അവസാനം അടിയിലൊരു തൂവൽ മാത്രമേ ഒരു ഓറഞ്ച് കളറ്, അതൊക്കെ പാരറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മളുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മളിത് ഗ്ലാസ് ഉണ്ട് അവിടെ, കുറച്ച് വശം ഗ്ലാസ്സും ബാക്കി അതിന് എയർ കയറാൻ വേണ്ടി ഗ്രില്ലുമാണ്. അപ്പോൾ ഗ്ലാസ്സിലൂടെ ആകുമ്പോഴേ ഈ ലൈറ്റും പിന്നെ ആ സൂര്യപ്രകാശത്തിൻ്റെ ഇതൊക്കെ ചെറുതായിട്ടുള്ളതുകൊണ്ട് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവേ. ഇതിനൊക്കെ ഫുൾ ടൈം അതിനകത്ത് ബേർഡ്സിനൊക്കെ തീറ്റയുണ്ട്. എന്തൊക്കെയോ സീഡാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണെന്ന്. ഇതിനൊക്കെ കൂടുപോലെ തന്നെ അതിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കയറി ഇരിക്കാനും വെള്ളം കുടിക്കാനും തീറ്റയും എല്ലാം അതിനകത്ത് ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്നവർക്കൊക്കെ നല്ല തിരക്കിലാണ് നമ്മളിതെല്ലാം കണ്ടുപോകുന്നത്. ഇത് മറ്റേ ഇതാണ് കേട്ടോ, നമ്മളെന്താ പറയുക, ഗൂസ് എന്ന് പറയത്തില്ലേ. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് വലിയ താറാവാന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഓരോന്നിൻ്റെയും പേരെല്ലാം എഴുതിയിട്ടുണ്ട്. വെള്ളമെല്ലാം ഇങ്ങനെ അവർക്ക് നീന്തി കളിക്കാനും മാത്രം ഇങ്ങനെ ഉണ്ട്, പോണ്ട് പോലെ എല്ലാം ഉണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ. ഉണ്ടോ, പെറ്റ് സ്റ്റേഷൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്പേസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒത്തിരി തരം നമ്മൾ കാണാത്ത തരം കിളികളും ഒക്കെ ഉണ്ട് ഒരുപാട്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രക്കും കാണാനുണ്ട്. നമുക്ക് ഓരോന്നും കണ്ട് നമുക്ക് ചിലതിനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ചെറിയ ബേർഡ്സിനെയൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് തരുവർ. എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ നമ്മൾ ഈ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബീച്ച് സൈഡാണ് ഈ പെറ്റ് സ്റ്റേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് പെറ്റ് സ്റ്റേഷനും റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ബീച്ചുമാണ്. ബീച്ചെന്ന് പറഞ്ഞാൽ ബീച്ച് നല്ല ഇതാണ് കേട്ടോ. അവിടെ എല്ലാ ഇതും ഉണ്ട്. നമ്മുടെ ഈ പല റൈഡുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ റൈഡുകൾ, പിന്നെ ഫുഡിൻ്റെ ഏരിയ. ഇപ്പം ഈ ഹോട്ടലുകളൊന്നുമല്ല, വലിയ ഹോട്ടലല്ല. ഈ പിന്നെ ബീച്ചിൽ തന്നെ ഓരോരോ വീടുകളിൽ നിന്ന്, അവിടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള വീടുകളാണെന്ന് തോന്നുന്നു, അവർ തന്നെ വന്നിട്ട് ലൈവായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. എല്ലാം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പായസമൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് തരത്തില്ലേ, ഉപ്പിലിട്ടത്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. അപ്പം നമുക്കിവിടെ വന്ന് നമുക്ക് ശരിക്കും ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം അവിടെ ഉണ്ട്. ശരിക്കും എനിക്ക് പോയിട്ടുള്ളതിൽ വെച്ച് ഇപ്പം കണ്ണൂർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇപ്പം ഇതാണ് കേട്ടോ.
അപ്പം ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ മക്കാവ്. ഞാൻ ആദ്യം ഇതൊക്കെ തത്തയാന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. ഒരുപാടുണ്ട്, കാണാൻ മാത്രം ഉണ്ട് ഇവിടെ. കുട്ടികളൊക്കെയാണ് കൂടുതലും ഇവിടെ വരുന്നത് കേട്ടോ, കാരണം അവർക്കാണ് കൂടുതൽ ഇഷ്ടമാവുക. ഇതിനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, കൊച്ചു കൊച്ചു വളരെ കുഞ്ഞു കുരുവികളൊക്കെ ഉണ്ടേ, അത് ഇതിൽ കണ്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പല കളേഴ്സാണ് നമ്മൾ കാണാത്ത തരം. ഇത് പ്യുവർ വൈറ്റാണ്, എന്തൊരു ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട്. ഉണ്ടോ, ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ. ഈ മരമല്ല, ഇതിങ്ങനെ സിമെൻറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എല്ലാം. ഇതിൻ്റെ കൂടുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയേക്കണതും ഈ സിമെൻറ്റ് കൊണ്ട് തന്നെയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ശരിക്കും ഒരു ട്രീയുടെ അകത്ത് ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്ന പോലെയുണ്ട്, പക്ഷേ അത് ഇങ്ങനെ സിമെൻറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എല്ലാ കൂടിനകത്തും തീറ്റ ഉണ്ടാവുക, അതുങ്ങൾക്ക് തിന്നാനും വിശപ്പ് കെട്ടി ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഇതെല്ലാം നല്ല ഭംഗിയില്ലേ കാണാൻ, കൊച്ചു കൊച്ചു കുരുവിക്കൂട് പോലെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതാ ഈ കുഞ്ഞു കുരുവിയാണ് നേരത്തെ പറഞ്ഞത്, നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല സൗണ്ടാണ്, കിരികിരാന്ന് ഭയങ്കര സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇതെല്ലാം. ഇതാ ഇതില്ലേ ചെറിയ കുതിര, ഇതെന്തോ ആരോടെ പിണങ്ങി നിൽക്കുന്ന പോലെ തിരിഞ്ഞ് നിൽക്കുന്നു. ഞാൻ കുറേ സമയം നോക്കി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം, പക്ഷെ തിരിയുന്നില്ല. ഇത് യമുവാണേ. ഇത് പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഞാൻ വീണ്ടും ഒന്ന് നോക്കിയതാണ് കുതിരയുടെ ഫേസ്, അതെന്തോ തിരിഞ്ഞു തന്നെ നിൽക്കുന്നിങ്ങനെ. ഇത് കുഞ്ഞി പശുവില്ലേ, നല്ല രസമുണ്ട്. വെച്ചൂർ പശു അല്ല കേട്ടോ, അതിനേലും ചെറുതാണിത്. ഇതാ ഈ കുതിര എന്താണെന്ന് അറിയില്ല, കഴുത്ത് വന്ന് പുറത്തോട്ടിട്ട് നിൽക്കുവാണ്. എന്നിട്ട് വരുന്നവരെല്ലാം ഇതിനിങ്ങനെ തൊട്ട് തലോടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നത്. നമുക്കെങ്ങാനും ആദ്യം പേടി വരുമോ, അയ്യോ ഇതെന്തായാലും ചെയ്യുമോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇതാ ആദ്യം നോക്കുന്നിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ തൊട്ട് നോക്കുക വന്നിട്ട്. നല്ല രസമുണ്ട്. ഇത് അനങ്ങുന്നില്ല, ഇതെന്താണെന്ന് അറിയില്ല ഇങ്ങനെ. പിന്നെ ഓസ്ട്രിച്ച്, ഇതിനെ കണ്ടിട്ട് മോനെ ഇത് കുഴപ്പമില്ല, വേറൊരു ഓസ്ട്രിച്ച് കൂടി ഉണ്ട്, അത് ഇച്ചിരി ഡേഞ്ചറായിട്ട് തോന്നി. ഇത് സൈലൻ്റായിട്ട് അവിടെ ഇരിക്കുവാന്ന്. ഒട്ടകവും പക്ഷിയും ഫേസ് ടു ഫേസ് നോക്കി എന്തൊക്കെയോ കോൺവെർസേഷനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ, നമ്മൾ ഈ ബീച്ചിലൊക്കെ ചിലപ്പോൾ കാണാറില്ല ഒട്ടകം, പക്ഷേ ഇത് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഈ രണ്ട് ഒട്ടകവും. അത്യാവശ്യം വലുതാണ്. ശരിക്കും ഈ ഒട്ടകത്തിനോട് സെയിം ഹൈറ്റിലാണ് ഒട്ടകപ്പക്ഷിയുള്ളത്. അതായത് ഇത് കണ്ടോ, ഇവൻ എന്തോ ഇച്ചിരി ആൾ ഡേഞ്ചറാന്ന് തോന്നുന്നു. ഇതിന് പ്രത്യേകം ഒരു കൂട്ടിലിട്ടേക്കുവാണേ. ഇതിൻ്റെ നമ്മൾ പാസ് ചെയ്ത് പോകുന്നിടത്തും അടച്ചേക്കുക. പിന്നെ ഇതെല്ലാം ആടുകളാണ് കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ്, നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതല്ല. ഇത് കഴുത്തിങ്ങനെ പുറത്തിട്ടിട്ടില്ല, എല്ലാവരും വന്ന് ഇതിനെ തൊട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പോകുന്നത്. ഇതാ ഇതിന് കാണുമ്പോൾ 4 കൊമ്പ് പോലെ കാണുന്നില്ലേ, ഇത് നമ്മൾ തൊട്ട് നോക്കിയേ, ശരിക്കും കൊമ്പ് നല്ല ഹാർഡാണ്, പക്ഷേ അതിൻ്റെ രോമയില്ലേ നമ്മുടെ ബ്ലാങ്കറ്റിൽ നല്ല സ്പോഞ്ച് പോലെ, നമുക്ക് ബ്ലാങ്കറ്റിൽ പിടിക്കുന്ന പോലെ തോന്നും അങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ. അതിൻ്റെ കൊമ്പൊക്കെ നല്ല ഹാർഡാണ്. പിന്നെ ഇതാ ഈ കുരങ്ങനെ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല, അത് ആ മൂലക്കിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള തരം വലിയ കുരങ്ങല്ല, ഇത് പ്രത്യേക തരം, നല്ല കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. ഇതാ ഈ കൂട്ടത്തിൽ നമ്മളിവിടെ വരുമ്പോൾ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേർഡ്സ് ഇതാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു പേരിലാണ് ഈ കൂട്ടിലിട്ടേക്കണം എല്ലാത്തിനെയും, പക്ഷേ ഇതിനെല്ലാം പല കളറ്, പലതരം എന്തോ ഡ്രസ്സ് ഇട്ട പോലെ തോന്നുന്നു. ഇതിൻ്റെ തൂവലൊക്കെ ഇല്ലേ, ഭയങ്കര ഡിസൈൻ വർക്ക് ചെയ്ത പോലെ കണ്ടോ. ഓരോന്നിനും ഓരോ ടൈപ്പ് വാലാണ്, നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഇത് ഒന്നിനും സെയിം അല്ല കളറ്, എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ്, പക്ഷേ എല്ലാം ഒരേ ഐറ്റം തന്നെയാണ് കാണുന്നത്, പക്ഷേ എല്ലാത്തിനും വേറെ വേറെ കളറാണ്, വാലിനും എല്ലാം. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നമ്മളിത് ഗ്ലാസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അല്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഓറഞ്ചോ എന്തൊക്കെയോ കളറാണ് കണ്ടോ. നമ്മൾ ചില കോഴിയുടെയൊക്കെ ഇതില്ലേ അതുപോലെയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാ ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കണത്, ഓരോ പാമ്പിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പാമ്പിനെ എടുത്തിട്ടില്ലേ നമുക്ക് പേടിയായിട്ട്. പിന്നെ ഈ ഏരിയ എന്ന് വെച്ചാൽ ഫുൾ ഡോഗ്സാണ്, നമ്മൾ വിദേശ ഇനം ഡോഗ്സൊക്കെയാണ്, പക്ഷേ ഇതെല്ലാം ഉറക്കത്തിലാണ്, അതുകൊണ്ട് നമുക്ക് അധികം ഇതാക്കാൻ പറ്റിയിട്ടില്ല, ഫോട്ടോയിൽ നമുക്ക് ഇതിങ്ങനെ ശരിക്കും കിട്ടിയിട്ടില്ല. എന്താ ഇതിൻ്റെ ഫേസ് തന്നെ കാണുന്നില്ല, അത് കമന്ന് കിടന്നുറങ്ങുക. ഇതിനൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷമുള്ള ടൈമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എല്ലാം നല്ല ഉറക്കത്തിലാണെന്നുള്ളത്. ഇത് നമ്മളെ കാണുമ്പോൾ വെരിക് പോലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, ശരിക്കും ഗ്ലാസ് ഉണ്ടല്ലോ, അപ്പം അതിന് മനസ്സിലാവുന്നില്ലല്ലോ ഗ്ലാസിൻ്റെത്, അതുകൊണ്ടായിരിക്കാം. ഇതിന് നല്ല വീഡിയോ ലെങ്ത്തായി പോകും, അപ്പം ഞാനത് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും കൊണ്ട് സ്റ്റോപ്പ് ആക്കാം, എന്നിട്ട് ഞാൻ അടുത്ത പാർട്ടായിട്ട് ബാക്കി ഇട്ടുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.